തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ നഗര കേന്ദ്രീകൃതമായ ഒരു വാർഡാണ് ശാസ്തമംഗലം വാർഡ്. ആ വാർഡ് ഇത്തവണ തിരിച്ചു പിടിക്കാൻ CPIM രംഗത്തിറക്കിയിരിക്കുന്നത് ആർ അമൃതയാണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ തവണ കൈവിട്ടുപോയ അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ തവണ പോലും LDFിൻ്റെ കയ്യിലില്ലാതിരുന്ന ഒരു വാർഡാണ്. ഇത്തവണ അമൃതയിലൂടെ അത് കിട്ടുമോ? ഉറപ്പായും കിട്ടും. കാരണം ജനങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ഇവിടുത്തെ ഒരു നാട്ടുകാരിയാണ്. അപ്പം എല്ലാവരിലും ഉറച്ച വിശ്വാസത്തോடு തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അവരുടെ BJPയുടെ ഒരു മേയർ സ്ഥാനാർത്ഥി കൂടിയായ ആളാണ്. നഗര കേന്ദ്രീകൃതമായ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു വാർഡ് എന്ന നിലയിൽ ഒരു ഹൈലൈറ്റ് ക്ലാസ് വോട്ടർമാരുള്ള ഒരു DGP പദവിയിലിരുന്ന ഒരാൾ മത്സരിക്കുന്നതിൻ്റെ ഒരു ആനുകൂല്യം വല്ലതും അങ്ങനെ വല്ലതും അവർക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടാകും. അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാവുന്നതാണ്. അപ്പം ഞങ്ങളിപ്പോൾ 3 മത്സരാർത്ഥികളുണ്ട്. നല്ല രീതിയിലാണ് കോമ്പറ്റീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമൃത രാഷ്ട്രീയത്തിനും ഒപ്പം പ്രൊഫഷനും ഒരേപോലെ കൊണ്ടുവരുന്ന ആളാണ്. അതെ, ഞാൻ ആദ്യം മുതലേ പഠിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം SFIയിൽ ഉണ്ടായിരുന്നു. ബാലസംഘത്തിലൂടെയാണ് തുടങ്ങിയത്. പിന്നെ SFIയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം പഠിത്തം കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോഴും NGOസിലും കോവിഡും പ്രളയം എല്ലാ സമയത്തും ആക്റ്റീവായിരുന്നു. സോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെയായിരിക്കും ഇതും കണ്ടിന്യൂ ചെയ്യുന്നത്. കോളേജിൽ വല്ലോ മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ SFIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കലാലയ സമയത്ത്. വിമൻസ് കോളേജിലാണ് പഠിച്ചത്. സോ അവിടെ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പാർട്ടി പറയായിരുന്നോ? പെട്ടെന്നൊരു ആശയമിലേക്ക് എത്തുകയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തവണ അമൃതയിലൂടെ ശാസ്തമംഗലം വാർഡ് LDF പിടിക്കും എന്നതാണ് പ്രവർത്തകരുടെ CPM നേതാക്കളുടെയും പ്രതീക്ഷ. കഴിഞ്ഞ തവണ BJPയാണ് ശാസ്തമംഗലത്ത് വിജയിച്ചത്. അതിന് തൊട്ട് മുമ്പ് UDF ആയിരുന്നു വിജയിച്ചിരുന്നത്. ആ 2015 വിജയിച്ച UDF സ്ഥാനാർത്ഥിയുടെ സഹോദരിയായ സർളാദേവിയാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.